Bring that sari. Yes, sir. അരയ്ക്ക് താഴെ മുറിവുള്ളതായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ലല്ലോ? ഇല്ല സർ. അപ്പൊ ഈ ബ്ലഡ് ഇവിടെ എങ്ങനെ വന്നു? നാളെ രാവിലെ തന്നെ ഈ സാരി ഫോറൻസിക് ടെസ്റ്റിന് അയക്കണം. യെസ് സർ. ഇറങ്ങി വാടാ ഇവിടെ, ഇറങ്ങി വാടാ ഇവിടെ. പട്ടേ, ടെലിഫോൺ ബില്ലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കാണിച്ച് എന്നെ പറ്റിച്ചല്ലടാ. ഈ നാരായണൻ ആരാണെന്ന് അറിയാവോ നിനക്ക്? നീ നോക്കിക്കോ, നിന്നെ നിന്റെ ഈ വാന്റെ പടയും ഞാൻ ഇവിടുന്ന് കെട്ടിയെട്ടിക്കും. തിരുവനന്തപുരത്ത് മാത്രമല്ലടാ, ഡൽഹിയിലും ഉണ്ടാ എനിക്ക് വേണ്ടപ്പെട്ടവര്. ഇറങ്ങി വേടാ. എന്താടാ നാരായണൻ, അതിനും മാറില്ലടാ. വാടാ, ഇറങ്ങി വേടാ. നീ എന്നെ പേടിപ്പിക്കണടാ. നീ പേടിക്കും, നീ എല്ലാം പേടിക്കും. ആണുങ്ങളെ പോലെ വന്ന നീ ഒക്കെ പേടിക്കും, നീ എല്ലാം പേടിക്കും, നിന്നെല്ലാം പറപ്പിക്കും. ഞാൻ ഡൽഹിയിൽ പോവും, ഞാൻ ഡൽഹിയിൽ പോവും, ഞാൻ ഡൽഹിയിൽ പോവും, ഞാൻ സാറ് പറഞ്ഞിട്ടാണ് എനിക്ക് പോകുന്നത്. ഇല്ലെങ്കിൽ വിവരം കെട്ടവർ വല്ലതുമൊക്കെ വിളിച്ചു കൂവിന്നിരിക്കും നമ്മളെ പ്രൊവോക്കേറ്റ് ചെയ്യാൻ. പക്ഷെ നമ്മൾ അതിനൊന്നും റിയാക്ട് ചെയ്യാൻ പാടില്ല. നമ്മുടെ ജോലി അതല്ല. വിക്രം സർ, ഡ്രൈവർ വാസുവിന്റെ വീട്ടിൽ പോയിരുന്നോ? പോയിരുന്നു സർ. അവനവിടെ ഇല്ലെന്നാ അവന്റെ ഭാര്യ പറഞ്ഞ. അവൻ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കണം. സർ, നമുക്ക് ഓമനയുടെ ബോഡി ഒന്നുകൂടി പോസ്റ്റ്മോർട്ടം ചെയ്താലോ? യെസ് യെസ്, വി വിൽ തിങ്ക് ഓഫ് ഇറ്റ്. ഹലോ, സേതുരാമൻ ഹിയർ. സോറി ഫോർ ഡിസ്റ്റർബ് യു അറ്റ് ദിസ് ലേറ്റ് നൈറ്റ്. വാസുവിനെ കുറിച്ച് വിവരം കിട്ടിയിട്ടുണ്ട്. എവിടെയാണ് സർ? ടൗണിലുള്ള ഹോട്ടൽ പ്രശാന്തിൽ റൂം നമ്പർ 108 ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നിങ്ങളാരാ? സാർ അവനെ ശ്രദ്ധിച്ചില്ലേ? There is no reaction on his face. See, he is taking that paper. ഓമന കൊലക്കേസ്, ഡ്രൈവർ വാസു ഒളിവിൽ. ഓമന കൊലക്കേസ്,
ഡ്രൈവർ വാസുവിനെ CBI തിരയുന്നു. അമ്പട, അവനെ പറ്റിയുള്ള വാർത്തകൾ വായിച്ചിട്ട് പോലും there is no reaction. ഓമന കൊലക്കേസ്. ഔസേപ്പച്ചന്റെ വാടക കൊണ്ടയായ ഡ്രൈവർ വാസുവിനെ CBI തിരയുന്നു. He's a hard nut, won't crack so easily. Hari, bring him to my room. യെസ് സർ. ഓമനയുടെ മരണം നടന്ന ദിവസം രാത്രി എത്ര മണിക്കാണ് താൻ ഔസേപ്പച്ചനുമായി വീട്ടിലെത്തിയത്? 10 മണി കഴിഞ്ഞു കാണും. അതെങ്ങനെ മനസ്സിലായി? എന്റെ ഈ വാച്ച് ഉണ്ടായിരുന്നുകൊണ്ട്. ഓമനയുടെ മരണം കൊലപാതകമാണെന്നുള്ളതിന് എല്ലാ തെളിവുകളും ഞങ്ങളുടെ പക്കലുണ്ട്. അതിന് തനിക്കുള്ള പങ്ക് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. താനുള്ള സത്യം തുറന്നു പറഞ്ഞാൽ തന്നെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. മാപ്പ് സാക്ഷിയായാൽ കോടതിക്ക് അലിവ് തോന്നി ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കും. എല്ലാ തെളിവുകളും സാറിന്റെ പക്കലുണ്ടെങ്കിൽ പിന്നെ എന്തിനാ സാറേ എന്നോട് ഇതൊക്കെ ചോദിക്കുന്നത്? എല്ലാം സാറ് തന്നെ തീരുമാനിച്ചാ പോരെ. ഹരി, ടേക്ക് ഇറ്റ്. വിക്രം സർ, ഇനി അവന് ജലപാനം കൊടുക്കണ്ട. 24 മണിക്കൂർ പട്ടിണി കിടക്കട്ടെ, പിന്നീട് നമുക്ക് നോക്കാം. സർ. പിന്നൊരു കാര്യം, വാസുവിനെ ഇതുവരെ CBI കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. അണ്ടർസ്റ്റാൻഡ്? സർ. അതുകൊണ്ട് ഔസേപ്പച്ചന്റെ വീട്ടിലും വാസുവിന്റെ വീട്ടിലും പതിവ് പോലെ വാസുവിനെ അന്വേഷിച്ചെല്ലണം. സർ. ആരാ മനസ്സിലായില്ലല്ലോ? വാസുവിന്റെ ഭാര്യയാ. വാസു ഇല്ലേ? ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയിരിക്കാൻ? എനിക്ക് അറിഞ്ഞൂടാ സാർ, 2 ദിവസമായി പോയിട്ട്. സാറ്? ഞാൻ വിനായക ബാങ്കിൽ നിന്നാ. വാസു അവിടെ കുറച്ച് സ്വർണം പണയം വെച്ചിരുന്നു. അത് ഉടനെ എടുത്തില്ലെങ്കിൽ ലേലം ചെയ്യും. അത് പറയാൻ വന്നതാ. ഞാനത് കൊണ്ടുപോവുകയാണ്. സാറേ, ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ? നോ, ഐ ഗിവ് യു എ റെസീപ്റ്റ്. താങ്ക് യു. ഇതൊക്കെ ചേച്ചിയുടേതാണോന്ന് എനിക്കറിയില്ല സാർ. ആ കയ്യെ കിടക്കുന്ന ഒരിക്കൽ ചിലപ്പോ ഇതെല്ലാം അവര് വാങ്ങിച്ചു കൊടുത്തായിരിക്കും സാർ. ഇത് ചേച്ചിയുടേതാണല്ലോ. അതെ, അന്ന് ഞാൻ 2 വള വാങ്ങിച്ചു. ഒന്ന് ഇവൾക്കും ഒന്ന് ഓമനയ്ക്കും. സാറിന് ഇതെല്ലാം ഇവിടെ നിന്ന് കിട്ടി. പറയാം, ഞാൻ വരട്ടെ. ആരുടെയാ ഇത്? പറയാം. ഇതെന്റെ ഭാര്യയുടേതാ. ഇതോ? ഇതെനിക്കറിയില്ല. വാസു, ഒന്നും ഒളിക്കണ്ട. ഇത് ഓമനയുടേതാണെന്നുള്ളതിന് തെളിവുണ്ട്. താൻ പണയം വെച്ച ബാങ്കിൽ നിന്നാണ് ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തത്. ഈ ഒരു തെളിവ് മാത്രം മതി കോടതിക്ക് താനാണ് ഓമനെ കൊന്നെന്ന് ബോധ്യപ്പെടാൻ. ഞാനല്ല. സത്യം പറ, അന്ന് എന്താ സംഭവിച്ചത്? പറയാൻ അതൊരു മാർഗവുമില്ല. പറ വാസു. പറയാം സാർ. ഞാനെല്ലാം പറയാം. വാസു, 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 എന്താ സാർ ഈ ആ സമയത്ത്? നീ വന്നേ. നീ എന്റെ കൂടെ അത്യാവശ്യമായിട്ട് ഔസേപ്പച്ചന്റെ വീട് വരെ വരണം. ഞാനിപ്പോ അവിടെ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. എന്താ സാർ കാര്യം? കാര്യം, ഓമന മരിച്ചു. മരിച്ചോ? എന്താ സാർ ഇത്? സണ്ണിയുടെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റി. അവര് തമ്മിൽ തർക്കം ഉണ്ടായി. സണ്ണി അവളെ അടിച്ചു. അടി കൊണ്ടത് മർമ്മത്തായി പോയി. അവൾ മരിച്ചു. സണ്ണി വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. അതിന് ഞാൻ എന്ത് ചെയ്യാനാ സാറേ? വേറെ ആരെങ്കിലും അറിയുന്നതിന് മുമ്പ് അത് ആത്മഹത്യയാക്കി മാറ്റണം.
അതിപ്പോഴെങ്ങനെയാ സാറേ? അതിനൊക്കെ വഴി ഉണ്ടാക്കാൻ നീ വാ വാ. വാ. വാസു വേവാട്ടെ. അല്ല സാർ, മുകളിൽ നിന്നും താഴേക്ക് എടുത്തിട്ടാ. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ആലോചിക്കേണ്ടവരോടൊക്കെ ആലോചിച്ചിട്ടാ തീരുമാനിച്ചിരിക്കുന്നത്. വേഗമായിട്ട് വാസു. അല്ല സാർ, വല്ല പെട്രോൾ ഒഴിച്ച് കത്തിച്ചാൽ? അയ്യോ, അതൊന്നും ശരിയാകില്ല. സത്യമായിട്ടും ഇതാണ് സാർ സംഭവിച്ചത്. താൻ എന്തുകൊണ്ടാ ഇത് വിൽക്കാതെ പണയം വെച്ചത്? പേടിച്ചിട്ടാ. വിറ്റാൽ ആരെങ്കിലും സംശയിക്കുമെന്ന് കരുതി. അതുകൊണ്ടാ പണയം വെച്ചത്. ഇതിന്റെ കൂടെ ഭാര്യയുടെ ആഭരണങ്ങളും പണയം വെച്ചത് എന്തിനാ? കുറച്ച് പൈസയുടെ ആവശ്യം വന്നു. ഒരു പുരയിടം വാങ്ങാൻ. ഔസേപ്പച്ചൻ പണം തന്നില്ലേ? തന്നു. അത് തികയാതെ വന്നു. ഈ വളയുടെ കാര്യം ഔസേപ്പച്ചൻ അറിയാവോ? അറിയില്ല. വിക്രം സാർ. ठीक है.